ഹായ് എവരിവൺ, എൻ്റെ പേര് അഖിന. ഞാൻ നിങ്ങളെ കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് കെമിക്കൽ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് ആ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് AAS എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. AAS എന്ന് പറഞ്ഞാൽ അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി. എന്താണ് അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് കെമിക്കൽ അനാലിസിസ്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച്. ഈ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് അലൻ വാഷ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഇൻ 1959. and it is a very common technique for detecting and measuring the concentration of metals in samples. മെറ്റൽ ഏതാന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനും പറ്റും. and it involves the study of absorption of radiation, usually in the ultraviolet or visible region, by neutral atoms in the gaseous state. മനസ്സിലായല്ലോ? it involves the study of absorption of radiation by neutral atoms in the gaseous state. This technique is also known as absorption flame photometry. And it can analyze over 62 elements. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ AAS-നെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് absorption flame photometry. Next, what is the principle of AAS? The basis of atomic absorption spectroscopy is the absorption of energy by ground state atoms in the gaseous state. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് അബ്സോർബ് ചെയ്യുന്ന എനർജിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പം അത് അബ്സോർബ് ചെയ്യുന്ന എനർജിയെ കുറിച്ച് നമ്മൾക്ക് പഠിച്ചാൽ ആ തന്നിരിക്കുന്ന സാമ്പിളില് ഏത് മെറ്റലാണ് പ്രസന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്നത് അൾട്രാവയലറ്റ് അല്ലെങ്കിൽ വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് ആയിരിക്കും, വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസിനെ ആയിരിക്കും. എന്നിട്ട് ഈ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? എ ട്രാൻസിഷൻ ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. മനസ്സിലായി? അപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ് എക്സൈറ്റഡ് ലെവലിലോട്ട് പോകുന്നു. അവിടെയാണ് അബ്സോർഷൻ. ഇനിയും ദ അനലൈറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഡിറ്റർമിൻ ഫ്രം ദ എമൗണ്ട് ഓഫ് അബ്സോർഷൻ. അനലൈറ്റ് കോൺസെൻട്രേഷൻ എന്തുമാത്രം എനർജി അവിടെ അബ്സോർബ് ചെയ്തു, അല്ലെ എന്തുമാത്രം റേഡിയേഷനെ അവിടെ അബ്സോർബ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് അനലൈറ്റ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ന്യൂ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ഈസ് ഈക്വൽ ടു പൈ ഇ സ്ക്വയർ ബൈ MC ഇൻറ്റു NF. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചിരുന്നാൽ മതി, പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. എന്തൊക്കെയാണ് ആ ടേംസ്? കണ്ടോ? MC നിങ്ങൾക്ക് അറിയാം. N is the total number of atoms that can absorb the radiation. F is the ability of each atom to absorb frequency. ഇനി concentration measurements are usually determined from a working curve after calibrating the instrument with the standards of known concentration. ഒരു അൺനോൺ ഒരു സൊല്യൂഷൻ തന്നിരിക്കുക, അതിൽ എത്രയോ എമൗണ്ട് ഓഫ് ഒരു മെറ്റൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമ്മൾ ആദ്യം നോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ് കാലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു കർവ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അൺനോൺ സൊല്യൂഷനെ വെച്ച് ചെയ്യുക. കുഴപ്പമില്ല, അത് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട് എങ്ങനെയാണ് ഒരു കാലിബ്രേറ്റിംഗ് കർവിനകത്തുനിന്ന് അൺനോൺ കോൺസെൻട്രേഷൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പൊ പ്രിൻസിപ്പിൾ പഠിച്ചോണം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് AAS എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷൻ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാ കാണുന്നത്? സോഴ്സ് ഉണ്ട് ഇൻസ്ട്രുമെന്റിനകത്തില്. AAS-ന്റെ ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് കാണാവുന്നത് ഒരു സോഴ്സ്, പിന്നെ ഒരു ചോപ്പർ ഈസ് എ റൊട്ടേറ്റിംഗ് വീൽ. ദെൻ ദിസ് പാർട്ട് ഈസ് കോൾഡ് ഫ്ലെയിം നെബുലൈസർ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ മോണോക്രോമേറ്റർ, ഡിറ്റക്ടർ ആൻഡ് റീഡ് ഔട്ട്. സോഴ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു ഹോളോ കാഥോഡ് ലാമ്പ് ആയിരിക്കും. ഇവിടുന്നാണ് ഇതിന് റേഡിയേഷൻസ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഒന്നീ വിസിബിൾ ലൈറ്റോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റീജിയനിലുള്ള റേഡിയേഷനോ ഒക്കെ ആയിരിക്കും ഇവിടെ സോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സാമ്പിളിന് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നു. സാമ്പിൾ എടുക്കുമ്പോൾ എന്നിട്ട് നെബുലൈസറിലോട്ട് കണക്ട് ചെയ്യുന്നു സാമ്പിളിനെ. അപ്പൊ അവിടെ ഈ സാമ്പിള് സ്മോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരുന്നു. എന്നിട്ട് അതിനകത്തിലോട്ട് ഫ്ലെയിം അപ്ലൈ ചെയ്യുന്നു. ഫ്ലെയിം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും?
ഈ സാമ്പിൾസ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറും. നമ്മുടെ ഈ സാമ്പിൾ സൊല്യൂഷനെ ആദ്യം നെബുലൈസർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റിയായിരുന്നു, സിമ്പിൾ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റിയിരുന്നു. അതിനകത്തിലോട്ട് നമ്മൾ ഫ്ലെയിം കൊടുക്കുമ്പോഴത്തേക്കും അത് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറും. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ തന്നെ അവിടെ ന്യൂട്രൽ ആറ്റംസ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാകാം അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവാം. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആണ് ഈ സോഴ്സിൽ നിന്നുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇത് അബ്സോർബ് ചെയ്തതിന്റെ ബാക്കി റേഡിയേഷനായി പുറത്തോട്ട് വരുന്നു. മറ്റേത് അവിടെ അബ്സോർബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആ പുറത്തോട്ട് വരുന്ന റേഡിയേഷനെ ഒരു മോണോക്രോമാറ്ററിലൂടെയാണ് നമ്മൾ കടത്തിവിടുന്നത്. അപ്പം ഈ മോണോക്രോമാറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് ആവശ്യമില്ലാത്ത ബാക്കി എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഇതിൽ നിന്ന് പുറത്ത് വരുന്നതിനെ മാത്രം ഡിറ്റക്ടറിനകത്തിലോട്ട് വിടുന്നു. ഡിറ്റക്ടറായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ആയിരിക്കും. പിന്നെ അതിനകത്തുനിന്ന് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, റീഡ് ഔട്ട് ഡിവൈസ്. നമുക്ക് ഇവിടെ ആയിരിക്കും അതിന്റെ സ്പെക്ട്രം കിട്ടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ? ഞാൻ നേരത്തെ കഴിഞ്ഞ സ്ലൈഡ് ഇൻസ്ട്രുമെന്റേഷൻ കാണിച്ച സെയിം തന്നെ, അതിനകത്തിലെ കമ്പോണൻസ് ഒന്നുകൂടെ എടുത്തു പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഹോളോ കാഥോഡ് ലാമ്പ്, ദാറ്റ് ഇസ് എ റേഡിയേഷൻ സോഴ്സ്. ഇറ്റ് ഇസ് എ ഗ്ലാസ് ട്യൂബ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ആനോഡ് ആൻഡ് എ കാഥോഡ്. ആനോഡ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടങ്സ്റ്റൺ വയറാണ് യൂസ് ചെയ്യുന്നത്. കാഥോഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എലമെന്റ് ഹൂസ് സ്പെക്ട്രം ഈസ് ഡിസൈഡ്. നെക്സ്റ്റ് ഈസ് എ ചോപ്പർ. ഞാൻ ഇൻസ്ട്രുമെന്റേഷനിൽ കാണിച്ചായിരുന്നു. രണ്ടാമതിരിക്കുന്നത് ചോപ്പർ ആണ്. ചോപ്പർ ഈസ് എ റൊട്ടേറ്റിംഗ് വീൽ ദാറ്റ് ഗീവ്സ് പൾസേറ്റിംഗ് കറണ്ട് ഇൻ ദ ഫോട്ടോസെൽ. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലെയിം നെബുലൈസർ യൂണിറ്റ് ആണ്. അതിനകത്തിൽ ഫ്ലെയിം ഉപയോഗിക്കുന്നത് ആറ്റമൈസ് ചെയ്യാനായിട്ടാണ്. ഗേഷ്യസ് സ്റ്റേറ്റിലോട്ടാക്കി നമ്മുടെ സാമ്പിൾ സൊല്യൂഷനെ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ടാക്കിയത് ഈ ഫ്ലെയിം ആറ്റമൈസർ ആണ്. അവിടെ വേപ്പർ സ്റ്റേറ്റ്, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ഉണ്ടാവുകയാണ്. പിന്നെ നെബുലൈസറിന്റെ ജോലി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. എന്താണ്? നമ്മുടെ സാമ്പിളിനെ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുക. അങ്ങനെ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആക്കി ഈ ഫ്ലെയിം ആറ്റമൈസറിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഫ്ലെയിമിന്റെ പ്രസൻസിൽ അത് ആറ്റമായിട്ട് മാറുന്നത്. എന്നിട്ട് അടുത്തത് മോണോക്രോമാറ്റർ, പ്രിസം ഓർ എ ഗ്രേറ്റിംഗ് ടു സെലക്ട് എ ഗിവൺ അബ്സോർബിംഗ് ലൈൻ ഫ്രം ദി സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ബൈ ദ ഹോളോ കാഥോഡ് ലാമ്പ്. ഹോളോ കാഥോഡ് ലാമ്പിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിൽ നിന്ന് നമ്മുടെ സാമ്പിൾ കുറച്ച് അബ്സോർബ് ചെയ്യും. അതിനുശേഷമുള്ള റേഡിയേഷൻസ് ആണ് ഈ പുറത്തോട്ട് വരുന്നത്. അതൊരു മോണോക്രോമാറ്ററിനകത്തിലൂടെ കടത്തിവിടുന്നത്. അതിനുശേഷം വെച്ചിരിക്കുന്നതാണ് ഡിറ്റക്ടർ. ഡിറ്റക്ടർ ഈസ് എ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. നെക്സ്റ്റ് ഈസ് ഡേറ്റ അനലൈസ്. എങ്ങനെയാണ് നമ്മൾ ഇതിലെ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലിബ്രേഷൻ കർവ്. നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഒരു അൺനോൺ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിക്കേ, ബൈ കമ്പയറിംഗ് ദ ലൈറ്റ് ഇന്റൻസിറ്റി ദാറ്റ് ഹാസ് പാസ്ഡ് ത്രൂ ദ സാമ്പിൾ വിത്ത് ദാറ്റ് ഓഫ് ദ സെയിം ലൈറ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പാസ്ഡ് ത്രൂ എ ബ്ലാങ്ക്, ദ അബ്സോർബൻസ് ഈസ് മെഷേർഡ്. എങ്ങനെയാ ചെയ്യുന്നത്? ഇത് നമുക്കൊരു സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു മെറ്റൽ അല്ലെ ഒരു എലമെന്റ് ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു നമ്മൾ അതിൽ എന്തുമാത്രം ആ സാമ്പിള് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ സ്യൂട്ടബിൾ സോൾവെന്റ് ആയിരിക്കും, സോൾവെന്റിൽ ഒന്നും ലയിപ്പിക്കാതെ ഉള്ള സോൾവെന്റ് ആയിരിക്കും ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്നത്. ഈ ബ്ലാങ്കിനെ നമ്മളൊരു സ്യൂട്ടബിൾ സെല്ലിൽ ഒഴിച്ച് ആ സെല്ലിലൊന്നും ഒഴിക്കണമെന്നില്ല, ബീക്കറിൽ എടുത്തിട്ട് ആ സാമ്പിൾ നമ്മൾ ബീക്കറിൽ എടുത്തിട്ട് ഇതുപോലെ നെബുലൈസർ ഫ്ലെയിം യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കുക. ഒരു അറ്റോമിക് ഒരു സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രത്തിൽ നമുക്ക് അബ്സോർഷൻ ലൈൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനെ ഇതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ബ്ലാങ്ക് സൊല്യൂഷനകത്ത് അബ്സോർഷൻ പീക്ക് ഒന്നും കാണിക്കത്തില്ല, കാരണം അതിനകത്ത് എലമെന്റ്സ് ഒന്നും പ്രസന്റ് അല്ലായിരുന്നു. നമുക്ക് തന്നിരിക്കുന്നതിനകത്തില് ഒരു ഇത് കിട്ടും, എന്തുമാത്രം ലൈറ്റിനെ ഇത് അബ്സോർബ് ചെയ്തു. ആ ലൈറ്റ് ഇന്റൻസിറ്റിയെ കുറിച്ച് പഠിച്ചാൽ ആ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെയാണ് കാലിബ്രേഷൻ കർവ് ഇരിക്കുന്നത്. എ കാലിബ്രേഷൻ കർവ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള എലമെന്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ, അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് കാലിബ്രേഷൻ കർവ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു നോൺ സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഇൻസ്ട്രുമെന്റിനെ കാലിബ്രേറ്റ് ചെയ്യുക. എന്നാണ്ടേ 2 ppm ഉള്ളത് 4 ppm ഉള്ള സൊല്യൂഷൻ എടുത്തിട്ട് അബ്സോർപ്ഷൻ കണ്ടുപിടിച്ചു, 6 ppm ഉള്ള സൊല്യൂഷൻ എടുത്തിട്ട് കണ്ടുപിടിച്ചു, അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് ഒരു കാലിബ്രേഷൻ കർവ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. കാലിബ്രേഷൻ കർവ് ശ്രദ്ധിച്ചോണം, y ആക്സിസിൽ അബ്സോർഷനും x ആക്സിസിൽ കോൺസെൻട്രേഷൻ ആണ് ഉള്ളത്. The absorption of each known solution is measured and then calibration curve of concentration against the absorbance is plotted. The sample solution is fed into the instrument and the absorbance of the element in this solution is measured.
The unknown concentration of the element is then calculated from the calibration curve. നോക്കിക്കേ, ഇപ്പൊ ഞാൻ പറഞ്ഞ നോൺ കോൺസെൻട്രേഷൻ ആണ് ഈ 2, 4, 6 എല്ലാം നമ്മൾ നോൺ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അബ്സോർബൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം അൺനോൺ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഇതേപോലെ തന്നെ അബ്സോർബൻസ് അങ്ങ് കണ്ടുപിടിച്ചു. അബ്സോർബൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ കാലിബ്രേഷൻ കർവ് ഇവിടെയാണ് അബ്സോർബൻസ് കണ്ടുപിടിച്ചതെന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ അതിന്റെ നേരെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് താഴോട്ട് നോക്കുക. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 10.9 അല്ലെങ്കിൽ ഒരു 11 ഒക്കെ അടുപ്പിച്ച് ppm ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലൈൻ വിഡ്ത്ത്. അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രകൾ സാധാരണയായിട്ട് വളരെ നാരോ ആയിരിക്കും. പക്ഷെ ചില എഫക്റ്റുകൾ ഉണ്ട് ഈ നാരോനെസിനെ കൂട്ടുന്ന, അതായത് ഈ കർവിനെ ബ്രോഡൻ ചെയ്യുന്ന ചില എഫക്റ്റുകൾ ഉണ്ട്. അതിൽ 2 എണ്ണമാണ്. ഒന്ന് ഡോപ്ലർ ബ്രോഡനിങ്, രണ്ടാമത്തേത് പ്രഷർ ബ്രോഡനിങ്. എന്താണ് ഡോപ്ലർ ബ്രോഡനിങ്? ഡോപ്ലർ എഫക്റ്റ് പോലെ തന്നെയാണ് ഇത്. ദിസ് ഡോപ്ലർ ബ്രോഡനിങ് arises from the rapid motion of the absorbing particles with respect to the source. സോഴ്സ് എന്താണ് ഇവിടെ? ഹോളോ കാഥോഡ് ലാമ്പ്. ഹോളോ കാഥോഡ് ലാമ്പിൽ നിന്നും വരുന്ന റേഡിയേഷനേക്കാളും അതിന്റെ ആ റേഡിയേഷന്റെ സ്പീഡിനേക്കാളും ഭയങ്കര സ്പീഡില് ഒന്നി നമ്മുടെ ഈ ആറ്റം ഉണ്ടല്ലോ, ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ ആവുന്ന നമ്മുടെ സാമ്പിളിനകത്തിലെ ആറ്റംസ് ഒന്നുകിൽ സോഴ്സിന് അടുത്തോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ സോഴ്സിന് എവേ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബ്രോഡനിങ് ആണ് ഡോപ്ലർ ബ്രോഡനിങ്. നമ്മുടെ ഡോപ്ലർ എഫക്റ്റ് പോലെ തന്നെ നമ്മൾ സോഴ്സിനോട് അടുത്ത് പോകും തോറും നമുക്ക് സൗണ്ട് കൂടുതൽ രീതിയിൽ കേൾക്കാം, അല്ലെങ്കിൽ സോഴ്സിൽ നിന്നും അകന്നു പോകും തോറും സൗണ്ട് കുറഞ്ഞു വരും. ആ ഒരു എഫക്റ്റ്, അതല്ലേ നമ്മുടെ ഡോപ്ലർ എഫക്റ്റ് എന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ ഡോപ്ലർ ബ്രോഡനിങ് എന്ന് പറയുന്നത്. ഡോപ്ലർ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ബ്രോഡനിങ് ആണ് ഡോപ്ലർ ബ്രോഡനിങ്. ഫോർ ദ ആറ്റംസ് മൂവിംഗ് ടുവേർഡ്സ് ദ സോഴ്സ് ദ റേഡിയേഷൻ ഈസ് എഫക്റ്റീവ്ലി ഡിക്രീസ്ഡ് ഇൻ വേവ് ലെങ്ത്. ഫോർ ആറ്റംസ് മൂവിംഗ് അവേ ഫ്രം ദ സോഴ്സ് ദ റേഡിയേഷൻ ഈസ് എഫക്റ്റീവ്ലി ഇൻക്രീസ്ഡ് ഇൻ വേവ് ലെങ്ത്. അത് അത്രയും പഠിച്ചോണം. പ്രഷർ ബ്രോഡനിങ്ങും അതേപോലെ ഡോപ്ലർ ബ്രോഡനിങ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. അടുത്തത് പ്രഷർ ബ്രോഡനിങ്. പ്രഷർ ബ്രോഡനിങ് എന്ന് വെച്ചാൽ അത് കൊളീഷൻ ബ്രോഡനിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസ് ഉണ്ടല്ലോ, ഇപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്ന ആറ്റംസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽസിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പൊ അങ്ങനെ വേരിയേഷൻ വരുമ്പോഴത്തേക്കും അത് അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് വ്യത്യാസമായിരിക്കും. അപ്പം ചില ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി അപ്പൊ അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടാണ് പോകേണ്ടത്. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽസിൽ ചെറിയ ചെറിയ വേരിയേഷൻ വന്നാൽ അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ലെവലിൽ ചെറിയ വേരിയേഷൻ കാണും. അപ്പൊ അത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കത്തില്ല, ഇച്ചിരിയൊക്കെ വേരിയേഷൻ വരും. അതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഈ ഷാർപ്പ് ലൈൻ കുറച്ച് ബ്രോഡൻ ചെയ്ത് വരാം. ഇതാണ് ലൈൻ വിഡ്ത്തിലുള്ള 2 ടൈപ്പ് ബ്രോഡനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് AS. എന്തൊക്കെയാണ് ASന്റെ ആപ്ലിക്കേഷൻസ്? ഇപ്പൊ തന്നെ നമുക്കറിയാം. ഫോർ ദി ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു, മോർ ദാൻ 60 എലമെന്റ്സ് ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അലോയ്സും ഇത് വെച്ച് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇറ്റ് ക്യാൻ ബി യൂസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെറ്റലർജി ആൻഡ് ജനറൽ ഇനോർഗാനിക് അനാലിസിസ്. ഇതിപ്പം ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വരും, ജനറൽ ഇനോർഗാനിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മെറ്റലർജിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ അനാലിസിസ് ഓഫ് ഓർസ് ആൻഡ് മിനറൽസ്. നെക്സ്റ്റ്, ദാറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഫോർ ദി പൊല്യൂഷൻ അനാലിസിസ്. നമുക്ക് പൊല്യൂട്ടൻസിന്റെ ഒക്കെ എമൗണ്ട് വളരെ ppm-ലുള്ളതായിരിക്കുമല്ലോ, വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള പൊല്യൂട്ടൻസിനെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് AS ഉപയോഗിക്കാം. വാട്ടറിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിസിനൽ ആൻഡ് ബയോളജിക്കൽ ഫീൽഡ് ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. മെഡിസിനൽ ഫീൽഡില്, ബയോളജിക്കൽ ഫീൽഡില്, ഫുഡ് ഇൻഡസ്ട്രീസിലെല്ലാം ബയോകെമിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടെല്ലാം AS ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻസ് നോക്കിക്കോണേ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് AS. എന്തൊക്കെയാണ് ASന്റെ ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, ഇതിനകത്തില് ഈ കാഥോഡ് ലാമ്പ് സോഴ്സ് ഇല്ലേ, അത് പലത് മാറി ഉപയോഗിക്കേണ്ടി വരും. ഫോർ ഈച്ച് എലമെന്റ് എ സെപ്പറേറ്റ് ലാമ്പ് സോഴ്സ് ഈസ് നീഡഡ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എലമെന്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ഈ സോഴ്സ് മാറിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ അലൂമിനിയം, ടൈറ്റാനിയം, ടങ്സ്റ്റൺ, മോളിബിഡിനം, വനേഡിയം, സിലിക്കൺ തുടങ്ങിയൊന്നും നമുക്ക് AS ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഫ്ലെയിം കൊടുക്കുമ്പോഴത്തേക്ക് ഓക്സൈഡുകളായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ദിസ് മെത്തേഡ് ഈസ് ലിമിറ്റഡ് ടു മെറ്റൽസ് ഓൺലി. മെറ്റൽസിന് മാത്രമല്ല, കുറച്ചൊക്കെ പിന്നെ മെറ്റലോയിഡ്സിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. മെറ്റൽസിനാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമുക്കിപ്പം ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് സെപ്പറേറ്റ് ലാമ്പ് സോഴ്സ്, ഇപ്പൊ ഫോർ ഈച്ച് എലമെന്റ് സെപ്പറേറ്റ് ലാമ്പ് സോഴ്സ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അല്ലേ? ഇപ്പൊ നമുക്ക് നമ്മൾ ചില റിയേജൻസ് ഒക്കെ മേടിക്കാം, അതിനകത്ത് വേറെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി പ്രസന്റ് ആണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഒരു അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം.
ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ.